ഹലോ ഗൈസ്, അങ്ങനെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് ഒക്കെ കുറെ ഇറങ്ങിക്കഴിഞ്ഞു. X25 സീരീസ് ഇറങ്ങിക്കഴിഞ്ഞു. ബഡ്ജറ്റ് ഫോണുകളിൽ കുറെ ഫോൺസ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ഫോണാണ് നത്തിങ്ങിന്റെ 3A സീരീസ്. അപ്പൊ 3A സീരീസ് വരുവാണ്. രണ്ട് ഫോൺ ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഒരു ഫോണെ കാണുന്നുള്ളൂ. കുറെ കാര്യങ്ങളുണ്ട് പറയാൻ, നമുക്ക് അതിലൂടെ കിടക്കാം. നത്തിങ് ഫോൺ 3A വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ സെയിം ഡിസൈൻ തന്നെയാണ് വരാൻ പോകുന്നത്. ഒരു ക്യാമറ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് അവർ. ഒരു ക്യാമറ ഒരു 50 മെഗാ പിക്സൽ ഓർ 8 മെഗാ പിക്സൽ രണ്ടും ഇങ്ങനെ പറയുന്നുണ്ട്. 3A പ്ലസ് എന്നും പറയുന്നുണ്ട്. രണ്ട് ഡിവൈസ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ, ഒരെണ്ണത്തിൽ 50 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ. ഇതാണ് വരാൻ പോകുന്ന മെയിൻ ഒരു ചേഞ്ച് 2Aയിൽ നിന്ന് 3Aയിലോട്ട് വരുമ്പോൾ. പിന്നെ വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഡിസൈനിൽ കുറച്ചുകൂടി നമ്മൾ S25 ഡിസൈനിലോട്ട് കുറെയൊക്കെ മാറിയിട്ടുണ്ട്. അത് ലീക്ക് ഇമേജസിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. എന്തായാലും കുറച്ചുകൂടെ വലിയൊരു ഫോൺ ആയിരിക്കും 3A എന്ന് പറഞ്ഞാൽ. 3Aയും 3A പ്ലസും വരുവാണെങ്കിൽ 3A പ്ലസ് ആയിരിക്കും മിക്കവാറും. ഇതിന്റെ ലീക്കിൽ ഒരു ഫോണേ പറയുന്നുള്ളൂ, രണ്ട് ഫോണില്ല. മിക്കവാറും 3A പ്ലസ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ 3A എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും വരാൻ പോകുന്നത്. ഇതിൽ വരാൻ പോകുന്ന ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു 6.3 ഇഞ്ചിന്റെ ഒരു ബെസൽസ് വളരെ കുറഞ്ഞൊരു ഡിസ്പ്ലേ ആയിരിക്കും വരാൻ പോകുന്നത്. കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറച്ചൊരു ബെസൽസ് കുറഞ്ഞൊരു ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. ബാറ്ററിയാണ് സിലിക്കൺ കാർബൺ ഇറങ്ങിയത് അറിഞ്ഞില്ല. ആപ്പിളിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ഈ വർഷവും നത്തിങ് ഫോണിൽ 5000 mAh ബാറ്ററി ഉള്ളൂ. ചിലപ്പോൾ 5100 200 കാണും. മാക്സിമം 5000 mAh ഉള്ളൂ ബാറ്ററി. പിന്നെ 45 വാൾട്ടിന്റെ ഒരു ചാർജർ, റിവേഴ്സ് ചാർജറോ അങ്ങനെ വയർലെസ് ചാർജോ ഒന്നുമില്ല എന്നുള്ളൂ. നമുക്ക് CMF ചാർജർ മേടിച്ച് ചാർജർ പെട്ടിയിലില്ല, വരത്തില്ല. പിന്നെ പ്രോസസ്സറിന്റെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു പ്രോസസ്സർ തന്നെയാണ്. ഈ വർഷം ബഡ്ജറ്റിൽ സ്നാപ്ഡ്രാഗൺ അധികം പ്രോസസ്സർ ഇറക്കിയില്ലായിരുന്നു. പക്ഷേ നത്തിങ്ങിന് 2Aയിൽ ഡയമണ്ട് സിറ്റി ആയിരുന്നു യൂസ് ചെയ്തത്. ഈ വർഷം അതിനേക്കാളും പവർഫുൾ ആണ് 7 Gen 3 പ്രോസസ്സർ. നമ്മുടെ റെഡ്മി 14 സീരീസിലൊക്കെ വന്ന അതേ 7 Gen 3 പ്രോസസ്സറാണ് വരാൻ പോകുന്നത്. ഏകദേശം നല്ലൊരു പ്രോസസ്സറാണ്. കാരണം ഹീറ്റിംഗ് ഒക്കെ വളരെ കുറഞ്ഞൊരു നല്ലൊരു ലോ മിഡ് റേഞ്ച് പ്രോസസ്സർ എന്ന് വേണമെങ്കിൽ പറയാം. അതിന് അത്യാവശ്യം ഗെയിമിങ്ങും കാര്യങ്ങളും എല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് നടക്കുന്ന നല്ല ക്യാമറ ഔട്ട്പുട്ടൊക്കെ കിട്ടുന്ന ഒരു പ്രോസസ്സറാണ്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ബ്ലൂടൂത്ത് 5.3 ആയിരിക്കും വരാൻ പോകുന്നത്. ഇതൊരു ബഡ്ജറ്റ് ആയതുകൊണ്ട് U.2 ഉള്ളൂ. അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഒരു കാര്യം, എയുടെ കളികൾ വരുന്നുണ്ട്. എയുടെ കളികൾക്ക് വേണ്ടി അവർ താഴെ ഒരു ബട്ടണോട് കാണിക്കുന്നുണ്ട്. അതിന്റെ സൂചനയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു ആക്ഷൻ ബട്ടണാണ്. നമ്മൾ ആപ്പിളിൽ വന്ന് അതേ കോപ്പി ഇവിടെ വരുവാണ്. ആപ്പിളിന്റെ പാത പിന്തുടരുന്നുണ്ട്. പക്ഷെ ഇത് ആക്ഷൻ ബട്ടണിന് വേണ്ടിയല്ല, എയ്ക്ക് വേണ്ടിയുള്ള ഒരു ബട്ടണാണെന്നും പറയുന്നു. ജെമിനിയൊക്കെ ഓട്ടോമാറ്റിക്കലി ആക്സസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ ഒരു ആക്ഷനായിട്ടും കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ജസ്റ്റേഴ്സും ക്യാമറ ഓൺ ചെയ്യാനുള്ള സംവിധാനം. അപ്പൊ അതെല്ലാം കാൽപ്പെ അതിൽ ഉദ്ദേശിച്ചേക്കുന്നത്. എന്തായാലും ലോഞ്ചിങ് എന്ന് പറഞ്ഞാൽ March 4 വരുന്നത്. ഫ്ലിപ്കാർട്ടിലൊക്കെ ഓൾറെഡി അതിന്റെ ഒരു വന്ന് തുടങ്ങി. ചെറിയ ലീക്ക് തന്നിട്ടുണ്ട്. ഒരു ക്യാമറ എക്സ്ട്രാ ഉണ്ടെന്ന് എന്തായാലും പറഞ്ഞിട്ടുണ്ട്. ആ ക്യാമറയുടെ ചുറ്റിനും ലൈറ്റ് ഉണ്ട്. അപ്പം നമുക്ക് നല്ല രീതിയിൽ ലോ ലൈറ്റിലൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഫ്രണ്ട് വരുമ്പോൾ 32 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് വരുന്നത്. അതിൽ 4K ഇല്ല, ഫുൾ HD പ്ലസ് റെസൊല്യൂഷനേ ഉള്ളൂ. റിയലിൽ നമുക്ക് 4K 60 FPS, അത് OIS കാണത്തില്ല. OIS ചിലപ്പോൾ 30 FPS കാണും, 60 FPS കാണത്തില്ല ഇവിടെ. ഇതിന്റെ പ്രൈസ് വരുന്നത് 20 തൊട്ട് 28 അകത്ത് തന്നെ നിൽക്കും. എന്തായാലും 3 വേരിയന്റ് കാണും. മിക്കവാറും 8GB 128, 8GB 256, 8GB 512GB അല്ലെങ്കിൽ 12GB 512GB രണ്ട് വേരിയന്റ് കാണാൻ സാധ്യത. ഈ വർഷം 12GB വേരിയന്റ് ഈ ഒരു പ്രൈസ് റേഞ്ചിലും കാണും. ഇപ്പൊ എല്ലാം കളി 12GB കളിയുണ്ട്. അതുകൊണ്ട് ഇതിൽ എന്തായാലും 12GB വരെ മാക്സിമം കാണും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ ഫോണിന് വേണ്ടി. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോണാണ്. ഡിസൈൻ ആയാലും അത്യാവശ്യം നല്ലൊരു ട്രാൻസ്പെറന്റ് ഡിസൈനാണ്. കാരണം നമ്മൾ കഴിഞ്ഞ 2A എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ്. പക്ഷെ അതിന്റെ താഴോട്ട് വരുമ്പോൾ ഒരു അഴിച്ചു വെച്ചേക്കുന്ന ഒരു ഫോണിന്റെ ട്രാൻസ്പെറന്റ് ഡിസ്പ്ലേ പോലെ എനിക്ക് തോന്നി. എന്നാലും കുറെ പേർക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ഡിസൈനാണ്. ഈ വർഷം IP റേറ്റിംഗ് കൊണ്ടുവരുന്നില്ല, ആപ്പിളിന്റെ പാത പിന്തുടർന്ന് നോക്കുന്നില്ല. പിന്നെ നത്തിങ്ങിന്റെ പുതിയ OS കാണും കേട്ടോ. നത്തിങ് OS 3.1 3 കാണും. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. കുറെ കൂടെ റിഫൈൻഡ് ആയിരിക്കും. എയുടെ കളികളൊക്കെ വരുന്നതുകൊണ്ടാണ് കുറച്ചുകൂടെ നല്ലൊരു OS അവിടുത്തെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം വരുമ്പോൾ. എന്തായാലും ഒബ്ജക്റ്റ് റിമൂവിങ്, ഈ പറഞ്ഞ സർക്കിൾ ടു സെർച്ച് എല്ലാം വരുന്ന ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അത് കാൽപ്പെ ഉറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും March 4 വരെ കാത്തിരിക്കാം. നമുക്ക് ഇത്രയൊക്കെയുള്ളൂ പറയാൻ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.